എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണ വിപണിയെക്കുറിച്ചാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഓണക്കമ്പോളം നല്ല തിരക്കിലാണ്. പ്രധാനമായി ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് തുണിക്കടകളിലാണ്. കാരണം ഓരോ വർഷവും ഈ ആഘോഷങ്ങളുടെ ട്രെൻഡുകൾ മാറി മാറി വരികയാണ്. ഇപ്പോൾ ഈ ഓണം ആഘോഷിക്കുന്നത് ആ ഗ്രൂപ്പ് മൊത്തം ഒരു യൂണിഫോമിലാണ് അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. മുന്നാളുകൾ അങ്ങനെയല്ല, ഏതാണ്ട് നമ്മുടെ കേരള സാരി, സെറ്റിമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ അന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ആഘോഷങ്ങളിൽ ആൾക്കാർ പങ്കെടുക്കുന്നത്. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അത്. അതിലുപരി ഈ സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങളും അവൈലബിളുണ്ട്. പ്രൈസിനുമൊക്കെ താരതമ്യേന കുറവാണെന്ന് പറയപ്പെടുന്നു. അതും സാധാരണക്കാർക്ക് ഒരു അനുഗ്രഹമാണ്. അതിന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കാം. ഈ ആഘോഷങ്ങളിൽ നാം എല്ലാം ഇടപെടുമ്പോൾ നാം കാണേണ്ട മറ്റൊരു വസ്തുത കൂടെയുണ്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഓണം നല്ല രീതിയിലായിരിക്കും അനുഭവപ്പെടുക. അത് ഈ ഓണം കഴിഞ്ഞാലും നിങ്ങളുടെ അനുഭവങ്ങൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ സാധിച്ചാൽ നമ്മുടെ 4 പക്കത്തും ചിലർ കാണും, അയൽപക്കക്കാർ. അവിടെ തീ പുകയുന്നുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കുന്നത്, റോഡികണ്ണിട്ടെങ്കിലും നോക്കണം. അല്ലെ നമ്മൾ നേരിട്ട് അവിടേക്ക് ചെന്ന് എന്താണ് വിശേഷം, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു, ആ ഒരു സംവിധാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു വീടിൻ്റെ ഇതൊക്കെ വെച്ച് ചിലപ്പോൾ അഭിമാനികളായിരിക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ അവർക്കൊരു ആഹാരം, നല്ല സദ്യ ചെയ്യാനുള്ള സാഹചര്യമായിരിക്കില്ല അവർക്കുണ്ടാകുന്നത്. എന്നാൽ മറ്റാരും അറിയാത്ത രീതിയിൽ അവരും ഓണം അങ്ങ് കഴിയും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒന്ന് കടന്നു ചെന്നാൽ അവർക്കെന്താ വേണം എന്താണെന്നുള്ളതല്ല, അവരോടൊപ്പം ചേർന്നാൽ, അവരുടെ സംസാരം, അവരുടെ മനസ്സറിഞ്ഞാൽ നമുക്കൊരുവിധമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുന്നെങ്കിൽ അവർക്ക് ചെയ്യുക. അതിന് ഒത്തിരിയില്ല, നല്ലൊരു ഭക്ഷണം, അതിനുള്ള ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്താൽ ഒരു പക്ഷേ നിങ്ങളുടെ ആഘോഷത്തിന് അത് വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകുക. അതായത് അതിൻ്റെ മാറ്റ് കൂടും. ഈ സ്വർണത്തിന് മാറ്റ് കൂടുമല്ലോ, ഈ വജ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ മനസ്സിനും നമ്മുടെ വടികൾ വീക്ഷണങ്ങൾക്കും അത് വലിയ മാറ്റം സംഭവിക്കും. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമുക്കെപ്പോഴും ഒന്ന് ചിന്തിക്കാൻ സാധിക്കും, ഒരു ഓണത്തിന് എനിക്കൊരു വീട്ടിൽ ആഹാരത്തിനുള്ള സംവിധാനം ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ അവർക്കൊരു പുതിയ വസ്ത്രം കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു വിചാരം നമ്മൾ എപ്പോഴും വളരെ സന്തോഷമുള്ളവരാക്കി മാറ്റും. ഇന്നത്തെ കാലത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആരും നമ്മുടെ പടിവാതിൽക്കൽ വന്ന് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഓണമാണ്, വീട്ടിൽ ഒന്നുമില്ല, എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ ഉപകാരമായിരിക്കും എന്ന് മുൻകാലങ്ങളിൽ പറയും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ആരും വരാറില്ല. ആൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെയും പത്രപരസ്യം, ഇതൊക്കെ ഈ പരസ്യങ്ങളൊക്കെ വരും,
കേരളം സന്തുഷ്ടമാണ്, സൂപ്പറാണ്, ഒക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു സർവേ നടത്തി കഴിഞ്ഞാൽ ഈ ഓണത്തിന് എത്ര പേര് ആഹാരമില്ലാതെ കിടക്കുമെന്ന് അറിയില്ല. ഇത് ജനപ്രതിനിധികൾ ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഈ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും ഇവരൊക്കെ ഒന്ന് കാണണം. ഈ ശോചനീയമായ ഒരുപക്ഷെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരും നമ്മുടെ നാല് ചുറ്റും ഉണ്ടാകും. ദയവ് ചെയ്ത് വോട്ടിന് വന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നേക്കാളും ഏറ്റവും ഉചിതം ഇങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള നിങ്ങളുടെ വാർഡിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കണ്ടെത്തുക, അവർക്ക് വേണ്ട സഹായം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരെ സഹായം കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയാൽ അതുപോലെ നിങ്ങൾക്കറിയാൻ പറ്റും അവരെ കൊണ്ട് അർഹിക്കുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള ശ്രമം കൂടി നേതാക്കന്മാർ ഒന്ന് നടത്തുന്നത് നന്നായിരിക്കും. അല്ലാതെ ഞാൻ കാണുന്നുണ്ട് ഓണത്തിന് മുമ്പ് ഒന്ന് റിബൺ മുറിക്കാനും വടം വലിക്കാനും മുന്നിൽ നിന്ന് ആർട്ട് കോച്ച് കാണിക്കുന്ന നേതാക്കന്മാർ കുറച്ച് സമയം അവരുടെ ആ ഏരിയയിലുള്ള ആൾക്കാരെക്കുറിച്ച് ഒരു സർവേ നടത്തുകയോ എന്തെങ്കിലും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം നാളെ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തിനെങ്കിലും അവരെ സമീപിക്കാൻ സാധിക്കും. കാരണം ഓരോ 5 വർഷം കഴിയുമ്പോഴും ഈ ഇലക്ഷൻസൊക്കെ വരാറുണ്ട്. ഇലക്ഷനിൽ കൂടിയാണല്ലോ ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരെയൊക്കെ ഒന്ന് കണ്ടെത്തുക, അവർക്ക് വേണ്ട സഹായം ചെയ്യുക. ഒപ്പം നമ്മുടെ ഓരോ ഗ്രഹത്തിലും താമസിക്കുന്ന നിങ്ങളുടെ ആഘോഷങ്ങളിൽ സാധിച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റായിട്ട് എടുക്കുക. ഇന്ന് ഞാൻ ഒരു വീട്ടിൽ എൻ്റെ സ്പോൺസർഷിപ്പായിരിക്കും, ഒരു വീട്ടിൽ അവരോടൊപ്പം ഞാൻ കുറച്ച് നേരം ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ അവരോടൊപ്പം ഒരു നേരത്തെ ഫുഡ്, അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അറിയാൻ പറ്റും. അപ്പം ആ പായസം വി വിൽ മേക്ക് ദ പേയ്മെൻറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. ആ ഒരു മൈൻഡുള്ള, ആ ഒരു മനസ്സുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സഹായം അർഹിക്കുന്നവർക്ക് അവരിങ്ങോട്ട് വന്ന് കേൾക്കില്ല. അവർക്ക് ആവശ്യമുള്ളവരെ നാം പോയി കണ്ട് അവർക്ക് ചെറിയൊരു സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും ഈ ഓണം പരിപൂർണമായി നിങ്ങൾ ആഘോഷിച്ചു എന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ഒരു ദൗത്യം അങ്ങനെ ഏറ്റെടുക്കുക. നിങ്ങൾ മാത്രമല്ല, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇങ്ങനെ ഈ വിവരമൊന്ന് അറിഞ്ഞ് ചെയ്യുക. കാരണം കള്ളടിക്കുന്നവരാണെങ്കിൽ നല്ല മദ്യത്തിന് തന്നെ കൊടുക്കണം, 3000 രൂപയ്ക്ക് കൊടുക്കണം. ഈ മദ്യം ഇങ്ങനെ കണ്ടിന്യൂ കുടിക്കുന്ന ഒരു പാട്ടിൽ 600 രൂപ, അല്ലെ 1000 രൂപയുടെയൊക്കെ മദ്യം സാധാരണയാണ്. ആ ഒരു കള്ളുടിയന്മാർ ഒന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു കുപ്പിയുടെ പൈസ ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് കൊടുക്കുക. അതും വലിയ ഉപകാരം. നിങ്ങളുടെ ആരോഗ്യമെങ്കിലും നിലനിൽക്കും, നിങ്ങളുടെ ആരോഗ്യം നശിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു അമൃതമായിട്ട് തന്നെ കാണുക. നിങ്ങൾ കൊടുക്കുന്ന കള്ള് പാവം പിടിച്ചവന് ഒരു അമൃതമായിരിക്കുക. കള്ളല്ല, ആ കള്ളിൻ്റെ വില. അവർ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റും. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാഘോഷങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള സാഹചര്യം ആരോഗ്യപരമായും സാമ്പത്തികപരമായും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. സാധിച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് എത്തിച്ചേരും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.